കഴിഞ്ഞ ദിവസമാണ് അമ്മ സംഘടന ഒരു യോഗം ചേരുകയും അതിലേക്ക് മോഹൻലാൽ വന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തത്. മോഹൻലാലിന്റെ വെള്ള ഷർട്ടും വെള്ള പാന്റും ഇട്ട് വന്ന ലുക്ക് കണ്ട് ആരാധകർ ഒന്നടങ്കം ഒന്ന് ഞെട്ടുകയും ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്തു, ഇതുപോലൊരു ലുക്കിൽ ഒരു പടം കൊടുക്ക്, ആരെങ്കിലും ഒന്ന് ചെയ്യേ എന്ന രീതിയിൽ. മോഹൻലാലിനെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ പ്രേക്ഷകർ ആകാംക്ഷയോടെ നോക്കിയത് ജിത്തു മാധവനും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇവരൊന്നിക്കുമ്പോൾ ഒരു ചെറിയ രംഗണ്ണനെ തന്നെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് പ്രേക്ഷകരെല്ലാവരും ഉള്ളത്. ഈ വെള്ള ഷർട്ടും വെള്ള പാന്റും ഇട്ട് വന്ന ലുക്ക് കണ്ടപ്പോൾ അതിൽ ചില കൗതുകങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഇനി അങ്ങനെ ഒരു പടം ചെയ്താൽ മോഹൻലാലിന് സൂട്ടാകും എന്നതിൽ യാതൊരു സംശയമില്ലെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ച. ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഹൻലാലിനെ ഒരു കാര്യത്തിലേക്ക് സജസ്റ്റ് ചെയ്തത്. ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്ന മോഹൻലാലിനെയാണ് നമുക്ക് ഇന്നേ ദിവസം കാണാനായത്. അമിതവണ്ണത്തിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച ചലഞ്ച് ഏറ്റെടുത്ത് നടൻ മോഹൻലാൽ എത്തുകയാണ്. അമിതവണ്ണത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിനും തന്നെ നാമനിർദ്ദേശം ചെയ്തതിലും മോഹൻലാൽ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു. അധികപക്ഷ്യ എണ്ണ ഉപയോഗം കുറയ്ക്കുന്നതിന് ശരിയായ ദിശയിലെ അർത്ഥവത്തായ ചുവടുവയ്പ്പാണ്. ഒരുമിച്ച് കൂടുതൽ ആരോഗ്യമുള്ള ഇന്ത്യയെ കെട്ടിപ്പടുത്താമെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു. മോദി തുടക്കം കുറിച്ച പ്രചാരണത്തിൽ പങ്കാളിയാവാൻ മറ്റു 10 പേരെ മോഹൻലാൽ ക്ഷണിച്ചു. സൂപ്പർ താരങ്ങളായ രജനികാന്ത്, മമ്മൂട്ടി, ചിരഞ്ജീവി, ഉണ്ണി മുകുന്ദൻ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, കല്യാണി പ്രിയദർശൻ എന്നിവർക്ക് പുറമെ സംവിധായകൻ പ്രിയദർശൻ, മേജർ രവി എന്നിവരെയാണ് മോഹൻലാൽ ക്ഷണിച്ചത്. നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഏത് ശ്രമവും ഉദ്യമവും സ്വാഗതാർഹമാണ്. ആരോഗ്യമാണ് ജീവിത സൗഖ്യത്തിന്റെ അടിസ്ഥാനം. അമിതവണ്ണത്തിനെതിരായ പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന്റെ ഭാഗമാകുന്നതിൽ ആരോഗ്യത്തെ ഉപവസിക്കുന്ന എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിയന്ത്രണത്തോടെയും ആത്മസംയമനത്തോടെയും ജീവിച്ചാൽ ശരീരത്തെ ദുർമേധസ്സത്തിൽ നിന്നും സംരക്ഷിച്ചു നിർത്താമെന്ന് അനുഭവിച്ചറിഞ്ഞയാളാണ് ഞാൻ. അത്തരമൊരു ശരീരത്തിൽ നിന്നും ജീവിതത്തിന്റെ സംഗീതമുണ്ടാകും. അതിന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതാകട്ടെ ഈ ഉദ്യമം എന്നായിരുന്നു മോദിയുടെ ചലഞ്ചിനോട് മോഹൻലാലിന്റെ പ്രതികരണം. മോഹൻലാൽ അടക്കം 10 പേരെയാണ് മോദി പ്രചാരണത്തിനായി ക്ഷണിച്ചത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഗായിക ശ്രേയ ഘോഷാൽ, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, നടൻ മാധവൻ, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി, രാജ്യസഭാ അംഗം സുധാമൂർത്തി, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ മനു ഭക്തൻ, മീരാഭായ് ചാനു, ഭോജ്പൂരി ഗായകനും നടനുമായ നീരാഹുവ ഹിന്ദുസ്ഥാനി എന്നിവരാണ് മോദി ചലഞ്ചിൽ ഉൾപ്പെടുത്തിയ മറ്റുള്ളവർ. ഇവർ ഓരോരുത്തരും മറ്റ് 10 പേരെ ചലഞ്ച് ചെയ്യണം. അമിതവണ്ണ പ്രശ്നം കൂടി വരുന്ന സാഹചര്യത്തിൽ എണ്ണ ഉപയോഗം 10% കുറയ്ക്കണമെന്ന് കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ മോദി പറഞ്ഞിരുന്നു. ഈയിടെ ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന വേദിയിലും പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു.